ലക്ഷദ്വീപ് കൊച്ചി സീപ്ലെയിൻ സർവീസ് അനിശ്ചിതത്വത്തിൽ. സീപ്ലെയിൻ സർവീസ് എന്ന് ആരംഭിക്കുമെന്നതിൽ അവ്യക്തത. അഗത്തിയിൽ നടത്താനിരുന്ന ഉദ്ഘാടനം മാറ്റിവെച്ചിരുന്നു. ട്രയൽ റൺ നടന്നെങ്കിലും തുടർ നടപടിയായില്ല. ലേബി സജീന്ദ്രനാണ് ചേരുന്നത്. ലേബി, എന്താണ് തടസ്സം? വിനീത, ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അഗത്തിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള സീപ്ലെയിൻ സർവീസിനെ കണ്ടിരുന്നത്. എന്നാൽ അനിശ്ചിതമായി അപ്രതീക്ഷിത കാരണങ്ങളാൽ മാറ്റിവെക്കുന്നു എന്ന അറിയിപ്പ് മാത്രമാണ് വിമാന കമ്പനിയായ സ്കൈ ഹോപ്പിൽ നിന്ന് വന്നത്. എന്നാൽ ഇത് എപ്പോൾ ആരംഭിക്കുമെന്നോ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് എന്നത്തേക്ക് നടക്കുമെന്നോ ഉള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ അഗത്തിയിൽ നിന്നോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നോ ലഭിക്കുന്നില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പൊന്നും വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടുമില്ല. കേന്ദ്ര വ്യോമയാന മന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്യും. ഇന്നു മുതൽ പതിവ് സർവീസ് ആരംഭിക്കും, അതായത് റെഗുലർ സർവീസ് ആരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് അഗത്തിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് വരാൻ സാധിച്ചേനെ. അത് ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയന്തര ആവശ്യങ്ങളിൽ ആളുകൾക്ക് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാനുള്ള വലിയ സാധ്യതയ്ക്കും വഴിയൊരുക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം അനിശ്ചിതാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്നിത് ആരംഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയിപ്പൊന്നുമില്ല. ട്രയൽ റൺ 2 തവണയാണ് വെള്ളിയാഴ്ച നടന്നത്. ഇതേ തുടർന്ന് എന്തായാലും വിമാന സർവീസ് ആരംഭിക്കും എന്ന് തന്നെയാണ് അധികൃതർ കരുതിയിരുന്നത്. എന്നാൽ ഇതിപ്പോൾ പൂർണ്ണമായും അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. പുതിയ തീയതി അറിയിച്ചിട്ടുമില്ല. വിനീത, ശരി, അതാണ് അതിലെ അനിശ്ചിതത്വം. ലേബി സജീന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.